എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ നമ്മുടെ ആൾക്കാർ കഷ്ടപ്പെട്ട് ആ ഡോറൊക്കെ വെട്ടി തകർത്ത് അകത്തേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ അപ്പോഴായിരിക്കും മറ്റൊരു വമ്പൻ ട്വിസ്റ്റിനെ കുറിച്ച് അവർ ചിന്തിക്കുക. അവർ ആ ഡോറ് വെട്ടി എറിഞ്ഞതുകൊണ്ട് തന്നെ ഇനി ആ പോയിസൺ ഗ്യാസ് അത് വളരെ ഈസി ആയിട്ട് അകത്തേക്ക് കയറും. T5 ടീമിനാണെങ്കിൽ അവരുടെ കൺട്രോൾ പോവും. നിങ്ങൾ എന്തായി ചെയ്തേ? ഇനി ആ പുക അത് ഈസി ആയിട്ട് ഇതിന്റെ അകത്തേക്ക് വന്ന് നമ്മളെല്ലാവരും നിമിഷ നേരങ്ങൾ കൊണ്ട് മരിക്കുമെന്ന് പറയും. അത് കേട്ട് നമ്മുടെ ആൾക്കാർ തിരിഞ്ഞു നോക്കും. ആ ഒരു പോയിസൺ ഗ്യാസ് അത് ആ തകർന്ന ഷിപ്പിനെ പോലും ഫ്രീസ് ആക്കിയാണ് മുൻപോട്ടേക്ക് വരിക. സോ അത്രയും പവറുള്ള ആ ഗ്യാസിൽ നമ്മുടെ ആൾക്കാർ പെട്ടുപോയ തീർച്ചയായിട്ടും അവർക്ക് ജീവൻ പോലും ബാക്കി കാണില്ല. എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ തകർന്നു പോയ ഡോറിന്റെ ഭാഗം അത് വെച്ച് എങ്ങനെയെങ്കിലും അത് അടയ്ക്കാനായിട്ട് ശ്രമിക്കും. T5 ടീമാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യും. അവരവിടെ ഉണ്ടായിരുന്ന കമ്പും കഷ്ണങ്ങളും ഇരുമ്പ് ദണ്ടും ആണിയും ഗ്ലൂവും ഒക്കെ ഉപയോഗിച്ച് ആ ഒരു വലിയ ദ്വാരം അത് അടയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഒരു വിധത്തില് ആ ഗ്യാസ് അത് ഡോറിന് ക്ലോസ് എത്തുമ്പോഴേക്കും അവർ ആ ഗ്യാപ്പ് മുഴുവൻ ഫില്ല് ചെയ്യും. പക്ഷെ അവർക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. കാരണം ആ വിഷപ്പുകയുടെ ഫോഴ്സ് അത് നല്ല ഫോഴ്സിൽ അടിച്ച ഒരു പക്ഷെ അവർ അടിച്ചുറപ്പിച്ചു വെച്ച എല്ലാം ഇളകി വിടാൻ ചാൻസ് ഉണ്ട്. അവര് ഉള്ളിൽ ഒരുപാട് പേടിയോടുകൂടെ ആ ഡോറിന്റെ ഭാഗത്തേക്ക് തന്നെ നോക്കി നിൽക്കും. അവരുടെ ഹാർട്ട് ബീറ്റ് അത് കൂടിക്കൂടി വരികയാണ്. കറക്റ്റ് സമയം ആ പോയിസൺ ഗ്യാസ് അത് ആ വാതിലിൽ വന്ന് അങ്ങനെ ഹിറ്റ് ചെയ്യും. പക്ഷേ കരുതിയതുപോലെ അത് തകരില്ല. മാത്രമല്ല ഇപ്പൊ പോയിസൺ ഗ്യാസ് അത് ആ ലാബിന് ചുറ്റും സ്പ്രെഡായി കഴിഞ്ഞിരിക്കുകയാണ്. ക്യാമറ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഇപ്പൊ ആ ലാബിന്റെ പുറത്ത് കാണിക്കും. അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ആ പോയിസൺ ഗ്യാസ് അടിച്ച് വൈറ്റ് കളറിൽ അങ്ങനെ ഫ്രീസ് ആയിട്ടിരിക്കുകയാണ്. അവരാദ്യം ലോക്ക് ചെയ്തിരുന്ന ആ കേജ്, ഷിപ്പ്, കല്ല്, ഇരുമ്പ് എല്ലാം തന്നെ ഫ്രീസായി. പക്ഷെ ആ ട്രാൻസ്പോർട്ടേഴ്സ് നെയില് അതുമാത്രം ബബിളിലുള്ളതുകൊണ്ട് ഇപ്പൊ സേഫ് ആയിട്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാരും G5 സോൾജിയേഴ്സും അവർ ശ്വാസമൊക്കെ വലിച്ചുവിട്ട് റിലാക്സ് ചെയ്യും. കാരണം മരണത്തെ മുഖാമുഖം കണ്ട് രക്ഷപ്പെട്ടു വന്നവരാണ് അവരെല്ലാവരും. പുറത്തേക്ക് ഇറങ്ങിയ ഓൺ ദ സ്പോട്ട് ആ പോയിസൺ ഗ്യാസിൽ പെട്ട് അവരുടെ കഥ കഴിയും. ഇവിടെ ടീച്ചർ ആണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തില് വാവ്, ഇതാണ് ഞാൻ പ്രതീക്ഷിച്ച പങ്കാസാഡിന്റെ അവസ്ഥ. എന്റെ എക്സ്പെരിമെന്റ് അത് ഇത്രയും വലിയ സക്സസ് ആയി തീരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് പറഞ്ഞ് അവൻ അട്ടഹസിക്കുകയാണ്. ഇവന്റെ സന്തോഷം തുള്ളിച്ചാട്ടമൊക്കെ കണ്ട് മോണറ്റും വെർഗോയും അവർ പരസ്പരം നോക്കും. അതേസമയം ബ്രൂക്ക് അവന്റെ സോളിനെ പുറത്തേക്ക് അയച്ച് പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് കണ്ട് മനസ്സിലാക്കും. അവിടെ മുഴുവൻ ഇപ്പോഴും പോയിസൺ തന്നെയാണ്. പോയിസൺ ഗ്യാസ് ഓരോ ഭാഗത്തേക്ക് മാറി മാറി മൂവ് ചെയ്യുന്നു എന്നല്ലാതെ അവിടം വിട്ട് അത് പോകുന്നില്ല. കട്ട് ചെയ്ത ഇവിടെ G5 സോൾജിയേഴ്സ് അവരാണെങ്കിൽ കട്ട കലിപ്പില് ഗണ്ണൊക്കെ എടുത്ത് നമ്മുടെ ആൾക്കാർക്ക് നേരെ പോയിന്റ് ചെയ്ത് നിൽക്കുകയാണ്. ജോറ പറയും പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഇത്രയും പേരുണ്ട്, ഈസി ആയിട്ട് ഇവരെ തല്ലിക്കൊല്ലാന്ന് പറഞ്ഞ് അവർ ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. അവരുടെ കൂടെ തന്നെ ആ സ്റ്റൈലൻ പച്ച ഡ്രാഗനും ഉണ്ട്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഈ കാഴ്ചയൊക്കെ കണ്ട് ട്രഫാർഗറിലോ അവനാണെങ്കിൽ ഇപ്പൊ സ്മോക്കറിനോട് പറയും, നീ ഇത് ഇപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്യണം. നമ്മളുടെ ഇടയിൽ ഇപ്പൊ ഒരു വാർ നടക്കാനായിട്ട് പാടില്ല. ഉടനെ നമ്മുടെ നാമി അവള് നിലവിളിച്ച് കരയും, പ്ലീസ് ദയവ് ചെയ്ത് ഇപ്പോഴെങ്കിലും കരുണ തോന്നി എന്റെ ബോഡി അതെനിക്ക് തായോ. അത് കേട്ട് ട്രഫാർഗറിലോ ഇപ്പൊ അവരുടെ രണ്ടുപേരുടെ സോള് സ്വിച്ച് ചെയ്യും. പഴയതുപോലെ അവർക്ക് അവരുടെ ബോഡി തിരികെ കിട്ടും. നാമി ഷോക്കാവും. കാരണം അവൾ മുൻപിട്ടിരുന്ന കോട്ടല്ല ഇപ്പൊ ഇട്ടിരിക്കണേ. സോ അതിനർത്ഥം നീ എന്റെ ഡ്രസ് ഊരി എന്റെ ബോഡി കണ്ടുവല്ലേന്ന് ചോദിച്ച് ചാടി വന്ന് അവന്റെ മുഖത്തൊരൊറ്റ ഇടി കിട്ടി അവൻ തെറിച്ചാട്ടിച്ചു വീഴും. ട്രഫാർഗറിലോ ഇപ്പൊ നിലവിളിച്ച് പറയും, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ലാബിന് പുറത്ത് മുഴുവൻ പോയിസൺ ഗ്യാസ് അത് സ്പ്രെഡ് ആയിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. ആ വഴിയിലൂടെ പോവാണെങ്കിൽ ഒരു കടൽക്കരയിലേക്കായിരിക്കും നിങ്ങൾ എത്തുക. അവിടെ പോയിസൺ ഗ്യാസ് ഉണ്ടാവില്ല. ആ വഴി ലാബിനുള്ളിലൂടെ തന്നെയാണ്. ഈ ലാബ് അത് ഒരുപാട് ബിൽഡിങ്ങുകൾ പരസ്പരം ഇന്റർകണക്ട് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഉള്ളത് ബിൽഡിംഗ് എയിലാണ്. ഇവിടുന്ന് മുൻപോട്ടേക്ക് പോയ ബിൽഡിംഗ് ബി, അതിനുശേഷം ബിൽഡിംഗ് 6. ബിൽഡിംഗ് 6 ശേഷം R66 എന്നൊരു ഡോർ കാണും. അത് ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് പോവാണെങ്കിൽ ആ കടൽ തീരത്ത് എത്താം. 2 മണിക്കൂർ മാത്രമേ നിങ്ങളുടെ മുൻപിൽ സമയമുള്ളൂ. അതിനുള്ളിൽ അതുവഴി രക്ഷപ്പെടുക. അത് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ആരുടെയും കാര്യത്തിൽ ഞാൻ റെസ്പോൺസിബിൾ ആയിരിക്കില്ല എന്ന് പറഞ്ഞ് അവൻ ലൂഫിയുടെ അടുത്തേക്ക് വരും. എനിക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയുന്ന ഏക ഫേവർ ഇത് മാത്രമാണെന്ന് പറഞ്ഞ് അവനിപ്പോ അവിടെ നടന്നു പോവാണ്. ഉടനെ ലൂഫി ആണെങ്കിൽ ഇപ്പൊ റോബിനോട് എന്തോ സീക്രട്ട് ആയിട്ട് പറയും. അതേസമയം സ്മോക്കർ സോൾജിയേഴ്സിനോട് പറയും, ആ സീസർ ഇവിടെ കുറച്ച് കുട്ടികളെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അവരെ കണ്ടെത്തി നമ്മൾ ആ R66 ഡോർ വഴി പുറത്തേക്ക് പോകണം. അവിടെ നമുക്ക് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു കപ്പൽ കിട്ടാതിരിക്കില്ല. അതുപയോഗിച്ച് നമുക്ക് ഹെഡ് ക്വാർട്ടേഴ്സിൽ എത്താം. അത് കേട്ട് നാമി ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, നമ്മളും ആ കുഞ്ഞുങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കണം എന്ന് പറഞ്ഞ് ഓരോ ഭാഗത്തേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോവും. ഇവിടെ നമ്മുടെ ലൂഫി അവൻ റോബിനോട് ചോദിച്ച സഹായത്തിന് അവൾ ഓക്കെ പറയും.
അതിനുശേഷം നമ്മുടെ ചെക്കൻ അവൻ ആ സീസറുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആവുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ സീസറിനാണെങ്കിൽ അവന്റെ സന്തോഷം അത് അടക്കാൻ പറ്റില്ല. ഇത്രയും വലിയ പോപ്പുലർ ആയിട്ടുള്ള ലൂഫി, ട്രഫാർഗർലോ, സ്മോക്കർ അങ്ങനെ എല്ലാവരെയും ഞാൻ എൻ്റെ എക്സ്പെരിമെന്റിൽ വെറും ഒരു ടൂളാക്കി മാറ്റി. എൻ്റെ അത്രയും പവറും കഴിവുള്ള ഒരാൾ പോലും ഇന്ന് ജീവിച്ചിരിപ്പില്ല. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു ദൃശ്യവിരുന്ന് തന്നെയായിരിക്കും. അപ്പോഴായിരിക്കും അവനൊരു പ്രത്യേക കാര്യം കൊണ്ട് ഫ്രീസ് ആവുക. കാരണം ആ ലാബിന്റെ മുൻപിലുണ്ടായിരുന്ന G5 സോൾജിയേഴ്സ് അവരെ ഇപ്പൊ അവിടെ കാണാനില്ല. ആക്ച്വലി ആ പോയിസൺ ഗ്യാസ് അടിച്ച് അവർ ഫ്രീസായി പോയി അവിടെ കിടക്കേണ്ടതാണ്. അവരവിടെ ഇല്ലെങ്കിൽ പിന്നെ അവരെവിടെ ഉണ്ടാവും, അവരെവിടേക്ക് പോയി എന്നൊക്കെ ചിന്തിച്ച് അവനാണെങ്കിൽ ഇപ്പൊ ഓരോ ഭാവവും സെർച്ച് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം ലൂഫിയാൻ ടീമിനെ ലോക്ക് ചെയ്തിരുന്ന ആ ഒരു കേജിലേക്ക് നോക്കും. അതിന്റെ ഉള്ളിൽ എന്താണെന്ന് അവന് കാണാനായിട്ട് പറ്റില്ല. മോണറ്റ് ആണെങ്കിൽ വെർഗയോട് ഇവിടെ എന്താ നടക്കണേന്ന് ചോദിക്കും. ഉടനെ അവൻ നടന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ മെയിൻ വില്ലൻ ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. നീ എന്തായി പറയണേ, അവരെല്ലാവരും രക്ഷപ്പെട്ടുവെന്നോ? അതിനവനാണെങ്കിൽ തീർത്തു പറയും, എന്റെ നിഗമനം അത് ശരിയാണെങ്കിൽ ഉറപ്പായാലും ആ സ്ട്രോ ഹാറ്റ് ലൂഫിയൻ ടീമും അവര് ആ സെല്ലിൽ നിന്ന് രക്ഷപ്പെട്ട് G5 ടീംസിനെ അവർ രക്ഷിച്ചു. ചുരുക്കി പറഞ്ഞ നിന്റെ ഇത്രയും നാളത്തെ കാത്തിരിപ്പ് അത് വെറുതെയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ലൂഫിയെ കാണിക്കും. ലൂഫി ആണെങ്കിൽ റോബിനുമായിട്ട് പ്ലാൻ ചെയ്ത് ആ സീസറിനെ കണ്ടുപിടിച്ച് തല്ലിക്കൊല്ലാനുള്ള തീരുമാനം എടുക്കും. അതേസമയം സ്മോക്കർ ടഷ്കയോട് G5 സോൾജിയേഴ്സിന്റെ കൂടെ ഇവിടുന്ന് പോകാനായിട്ട് പറയും. അവന്റെ ലക്ഷ്യം അത് വെർഗോയാണ്. വെർഗോയായിട്ട് ഞാൻ നിങ്ങളുടെ പിന്നാലെ വരും. ടഷിക്കാണെങ്കിൽ അത് കേട്ട് ഒരു സമാധാനം ഉണ്ടാവില്ല. അയ്യോ വേണ്ട വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. അവിടേക്ക് പോയാൽ അത് വലിയ അപകടമാണ്. ആദ്യം നമുക്ക് എല്ലാവർക്കും ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോവാം. അവിടുന്ന് ആവശ്യമായിട്ടുള്ള വെപ്പൻസും സോൾജിയേഴ്സും ഒക്കെ ആയിട്ട് തിരികെ വന്ന് ഇവരെ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്താം. എന്നെ കൊണ്ട് പറ്റില്ല അവരെ വെറുതെ വിട്ടിട്ട് പോവാൻ. ഉറപ്പായാലും എനിക്ക് അവരെ അറ്റാക്ക് ചെയ്തേ പറ്റൂ. നീ സോൾജിയേഴ്സിന്റെ കൂടെ ഉണ്ടാവണം. അവര് മണ്ടന്മാരാണ്. സോ അവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവരെ നീ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് എത്തിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് കടന്നു പോകും. അതേസമയം ഇവിടെ ഉസോപ്പാണെങ്കിൽ സോറയോട് പറയും, ആ സീസർ അവൻ നമ്മൾ കരുതും പോലെയല്ല. അവൻ അവന്റെ പവർ ഉപയോഗിച്ച് ലൂഫിയെ പോലും തോൽപ്പിച്ചു കളഞ്ഞു. സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം അവനുമായിട്ട് ഏറ്റുമുട്ടുമ്പോ. പക്ഷെ സോറോയ്ക്കാണെങ്കിൽ അത് കേട്ട് സഹിക്കില്ല. അവൻ എന്തൊക്കെയോ മനസ്സിൽ കരുതി ഉറപ്പിച്ച് ആ G5 സോൾജിയേഴ്സിന്റെ ഇടയിലൂടെ മുൻപോട്ടേക്ക് നടക്കും. G5 സോൾജിയേഴ്സിന് ഒന്നും മനസ്സിലാവില്ല. ഇവൻ എന്തു പറ്റി? ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ ഇവൻ എവിടെ പോകാൻ ചിന്തിച്ച് അവർ സോറയെ തന്നെ നോക്കും. ജോറോ ആണെങ്കിൽ ഇപ്പൊ ലൂഫിയെ നോക്കി നേരെ വിളിക്കും. ലൂഫി ഒരു കാരണവശാലും വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല. ന്യൂ വേൾഡിൽ ഇപ്പോഴാണ് നമ്മുടെ ജേണി അത് സ്റ്റാർട്ട് ചെയ്തത്. ഒരു കാരണവശാലും ഗീവ് അപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ മുൻപോട്ടേക്ക് പോകും. G5 സോൾജിയേഴ്സ് അവർ സോറോയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അവൻ സിമ്പിൾ ആയിട്ട് ഒരൊറ്റ വീശും. ആ ഒരു വീശില് സോൾജിയേഴ്സിന്റെ സ്ക്വാഡ് എല്ലാം രണ്ടായിട്ട് പൊട്ടി താഴെ വീഴുകയാണ്. ലൂഫിക്കാണെങ്കിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് സ്ട്രെങ്ത് ഒക്കെ ബൂസ്റ്റ് ആവും. മാത്രമല്ല സോറോയുടെ വാക്ക് അതവന്റെ മനസ്സിലുണ്ട്. ലൂഫി ടെററായിട്ട് ഓടി വരുന്നത് കണ്ട ആ മഞ്ഞ വില്ലന്മാര് അവര് ഗണ്ണൊക്കെ എടുത്ത് ലൂഫി അറ്റാക്ക് ചെയ്യാൻ പോയിന്റ് ചെയ്യാണ്. ലൂഫി ആണെങ്കിൽ കറങ്ങി അവറ്റകളെ എല്ലാം അട്ടിച്ച് തെറിപ്പിക്കും. ആ കാഴ്ച കണ്ട് ഉസോപ്പിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. കട്ട് ചെയ്താ ഇവിടെ സീസറുടെ റൂം അതൊക്കെ തള്ളി തുറന്ന് ഒരു വില്ലൻ അകത്തേക്ക് വരും. മാസ്റ്റർ അവര് വന്നു. ആ ലൂഫിയും ട്രഫാർഗർലോയും അവരുടെ ടീമും എല്ലാവരും ഇപ്പൊ ലാബിലുണ്ട്. നമ്മുടെ ആൾക്കാരെ അവര് തല്ലി കൊല്ലുകയാണ്. സീസർ ആണെങ്കിൽ വെർഗോയെ നോക്കും. അവൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. അതിന് വെർഗോ എന്ത് വില കൊടുത്തും ആ ട്രഫാർഗർലോയെ അവനെ പിടിച്ചേ പറ്റൂ. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ലൂഫി അവൻ ഹാപ്പി ആയിട്ട് അച്ചരം പൊച്ചരം എല്ലാത്തിനെയും തല്ലി ഓടിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.